റാഗി കൊഴുക്കട്ടയ്ക്ക് നമുക്ക് ഈ പഞ്ഞപ്പുല്ലിനെ ഒന്ന് വറക്കണം, നല്ല സോഫ്റ്റ് ആകുന്നു. ഒരു പാത്രത്തിലൊരു ശകലം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഈ പഞ്ഞപ്പുല്ലിനെ നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ കപ്പിന് 2 കപ്പ് പഞ്ഞപ്പുല്ലിൻ്റെ പൊടി ഇട്ടു, അല്ലെങ്കിൽ റാഗി. ആ റാഗി പൊടി ഇട്ട് നമുക്ക് ചെറിയ തീയിൽ ഒന്ന് വറുത്തെടുക്കാം. അതിൻ്റെ കൂടെ ഒരു അരക്കപ്പ്, ആ കപ്പിന് തന്നെ ഒരു അരക്കപ്പ്, 2 കപ്പ് പഞ്ഞപ്പുല്ലിന് ഒരു അരക്കപ്പ് അരിപ്പൊടി. അതിപ്പോൾ കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. ആ അരിപ്പൊടി ഇട്ടിട്ട്, ഇത് വറുത്ത് വെച്ചേക്കുന്ന അരിപ്പൊടിയാണ്, നമ്മൾ പുട്ടിനൊക്കെ വറുത്ത് വെച്ചേക്കുന്ന അരിപ്പൊടി. അത് ചെറുതായിട്ട് ആ നെയ്ക്കകത്തൊന്ന് നല്ല സോഫ്റ്റ് ആകും. ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു 2 മിനിറ്റ് വേണ്ട, ഒരു 1.5 മിനിറ്റ് ഒന്ന് മൂപ്പിച്ച് ചെറിയൊരു മണം വരും. മൂപ്പിച്ചെടുത്തിട്ട് നമുക്കതിനെ നല്ലതായിട്ട് കുഴയ്ക്കാം. നല്ല ചൂടുവെള്ളം ഒഴിച്ച് അതിനകത്തോടെ ഇച്ചിരി ഏലക്കാപ്പൊടി, ശകലം ഒരു ഏലക്കാപ്പൊടി, ഞാനിത് ഏലക്ക പഞ്ചസാര ഇട്ട് പൊടിച്ച് വെച്ചേക്കുന്നു. ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളം, നല്ല ബോയിൽ വാട്ടർ വേണം, നല്ല ചൂടുവെള്ളമല്ല, തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് ആ കുഴച്ചതിന് മേലെ നമുക്കൊരു ശകലം ഇച്ചിരി നെയ്യ് ഒഴിക്കാം. ഇത് സോഫ്റ്റ് ആകാൻ നെയ്യ് ഒഴിക്കും. നെയ്യോടിട്ട് നമുക്കത് കുഴച്ച് വെക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ ഫില്ലിങ്ങിന് കുറച്ച് തേങ്ങാപ്പീര, ഞാനിങ്ങനെ തിരുമ്പി വെച്ചേക്കും തേങ്ങാപ്പീര, അതുകൊണ്ട് അളവൊന്നും അറിയത്തില്ല എത്ര, അര തേങ്ങ, അരമുറിയാണോ കാൽമുറിയാണോ എന്ന്. ഇച്ചിരി തേങ്ങാപ്പീര വെച്ചു. ഇച്ചിരി അതിനകത്ത് ഒരു ശകലം ഏലക്കാപ്പൊടിക്കുമ്പോൾ ഒരു മണം വരാൻ വേണ്ടി. എന്നിട്ട് ശർക്കര ഞാൻ ഇടുന്നത്, ഇപ്പോൾ ശർക്കരയില്ല, ഈ പ്രാവശ്യം ഇപ്പോൾ പഞ്ചസാര ഇടുന്നത്. ഇപ്പോൾ എല്ലാ പ്രാവശ്യവും ശർക്കരയാണെങ്കിൽ ശർക്കര ഇതിനകത്തൊരു ചീ ഇടാം, അല്ലെങ്കിൽ ശർക്കര കാച്ചിട്ട് പറ്റിച്ചെടുക്കാം. അതിട്ടിട്ട് കയ്യിൽ ഇച്ചിരി നെയ്യ് തൂത്തിട്ട്, ഒരു ശകലം നെയ്യ് തൂത്തിട്ട് ഇതിനെ നമുക്കങ്ങ് ചെറിയ ബോളാക്കി ഉരുട്ടെടുത്ത്, ആ നെയ്യ് തൂത്തോടെ ഒട്ടത്തൊന്നുമില്ല കയ്യിൽ. നാവ് നല്ല സോഫ്റ്റായിട്ടിരിക്കുക. ഉരുട്ടിയിട്ട് ഇങ്ങനെ അകത്തോട്ടൊരു ഹോള് വെച്ച് ഈ ഫില്ലിങ്ങിനെ ഫില്ല് ചെയ്ത് വെച്ചതിന് അതിനകത്തോട്ട് ഫില്ല് ചെയ്യുക. ആ തേങ്ങായും പഞ്ചസാര ഏലക്കായും എല്ലാം കൂടെ ഫില്ല് ചെയ്തിട്ട് അതിനെ ലോക്ക് ചെയ്യണം. ആ മാവ് തന്നെ വെച്ച് ലോക്ക് ചെയ്തിട്ട് ഒന്നുകൂടി ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. പൊട്ടിയൊന്നും പോകത്തില്ല. ഒന്നുകൂടി ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് ഈ മാവെല്ലാം നമുക്ക് എല്ലാത്തിനും അങ്ങനെ ഉരുട്ടാം. അങ്ങനെ ഉരുട്ടി എനിക്കിതാണ്ട് 11 എണ്ണം ഉണ്ട്. 11 എണ്ണം കിട്ടി. 11 പാത്രത്തിലോട്ട് വെള്ളം വെച്ചു. വെള്ളം നല്ലതായിട്ട് തിളക്കിയപ്പോൾ അതിനകത്തോട്ടൊരു പാത്രം വെച്ച് മൂടി വെച്ച് വെള്ളം നല്ലതായിട്ട് തിളയ്ക്കണം. നല്ല ബോയിലായി ആ സ്റ്റീം വരുമ്പോൾ ഇതിനെ അതിനകത്തോട്ട് പറക്കി വെച്ചിട്ട് ഒരു 15 to 20, ഒരു മീഡിയം ഫ്ലെയിമിൽ 15 to 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൊഴുക്കട്ട നല്ലതായിട്ട് വെന്തു. ഞാൻ 17 മിനിറ്റ് വെച്ചു, വെന്തു. നല്ല കൊഴുക്കട്ട നല്ല സൂപ്പറായി, നല്ല സോഫ്റ്റായി. അങ്ങനെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. റാഗി കൊഴുക്കട്ട എളുപ്പമാണ്, നല്ലതുമാണ്, നല്ല ഹൈ ഫൈബറാണ്, നല്ലതുമാണ്, എളുപ്പമാണ്. എല്ലാം കൂടി ഒരു 10 മിനിറ്റ് ആവശ്യമുള്ളൂ. ഒന്നുണ്ടാക്കി നിങ്ങൾ നോക്കാം. നല്ല ഫൈബറാണ് ശരീരത്തിന്. താങ്ക് യു.